വടകര ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിന് മുൻവശത്തെ ബിൽഡിംഗ് ഉടമ സ്ഥലം കയ്യേറിയതായി പരാതി. ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന PR കുറുപ്പ് സ്മാരക ബസ് സ്റ്റോപ്പ് ഉൾക്കൊള്ളുന്ന സ്ഥലം അനധികൃതമായി രേഖകളുണ്ടാക്കി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായാണ് ആരോപണമുയർന്നിരിക്കുന്നത്. പ്രസ്തുത സ്ഥലം ജനതാ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും വടകര മുൻ MP-യുമായ അരങ്ങിൽ ശ്രീധരന്റെ അമ്മാവനായ ഡോക്ടർ രാഘവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ നിലനിന്നിരുന്ന ബിൽഡിംഗ് ജീർണാവസ്ഥയിലായതിനാൽ പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് സ്ഥലവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഉടമസ്ഥ കൈമാറ്റം നടന്നിരുന്നില്ല. ഈ സ്ഥലം ബിൽഡിംഗ് പൊളിച്ചതിനു ശേഷം പ്രമുഖ സോഷ്യലിസ്റ്റായിരുന്ന PR കുറുപ്പിന്റെ നാമധേയത്തിൽ അവകാശികളുടെ സമ്മതപ്രകാരം 20 വർഷം മുമ്പ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുകയുണ്ടായി. 2022 KCEC റൂറൽ ബാങ്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് നവീകരിക്കുന്നുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ ബിൽഡിംഗ് ഉടമസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പ്രസ്തുത ഭൂമി കള്ളരേഖയുണ്ടാക്കി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. വടകരയിലെ ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ ഇത്തരം നിയമവിരുദ്ധ നടപടിക്കെതിരെയും കുറ്റക്കാർക്കെതിരെയും റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം. അല്ലാത്തപക്ഷം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന സ്ഥലം വടകരയുടെ മുൻ MP ആയിരുന്ന ശ്രീ അരങ്ങിൽ ശ്രീധരന്റെ അമ്മാവൻ ഡോക്ടർ രാഘവൻ എന്നവരുടേതായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന 2 മുറി പീടികയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ പീടിക മുറിയിൽ മുകളിൽ ഒരു ഗോഡൌണും താഴെ ഒരു തുണിക്കടയുമായിരുന്നു. കാലപ്പഴക്കത്താൽ ബിൽഡിംഗ് ജീർണാവസ്ഥയിലാവുകയും ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരം പൊളിച്ചു മാറ്റുകയാണുണ്ടായത്. അതിനുശേഷം ഏകദേശം 20 വർഷം മുമ്പാണ് അവരുടെ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി ജനതാദൾ നേതാവ് സഖാവ് PR കുറുപ്പിന്റെ നാമധേയത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ പടുത്തുയർത്തിയത്. ഈ 2 വർഷം മുമ്പ് ഈ ബസ് സ്റ്റോപ്പ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ വടകര റൂറൽ ബാങ്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിയുകയും അന്തരിച്ച മുൻ വടകര MLA ശ്രീ MK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായത്. ഇപ്പോൾ സംഭവം ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന സ്ഥലം തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ ആളുകളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈവശപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡിജിറ്റൽ സർവേ നടക്കുന്ന ഈ അവസരത്തിൽ ഈ ബസ് സ്റ്റോപ്പിന് മുന്നായി അവർ മാർക്കിടുകയും ഡിജിറ്റൽ സർവേ ഞങ്ങൾ അതിരി ഇന്നതാണെന്ന് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ശ്രീ ഡോക്ടർ രാഘവൻ എന്നിവരുടേതാണെന്നും ഇത് ഈ ബിൽഡിങ്ങുമായും ഒരു ബന്ധവുമില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരുടെ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടിയ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ പടുത്തുയർത്തിയത്. ഒരു കാരണവശാലും ഈ ബസ് സ്റ്റോപ്പും ഇതിൻ്റെ സ്ഥലവും മറ്റുള്ളവർക്ക് കൈവശപ്പെടുത്താൻ ഒരു വിധത്തിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പകർപ്പുകളും ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇതിൻ്റെ നികുതി അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആധാരത്തിൽ പറയുന്നത് ഇതിൻ്റെ അതിര് തന്നിനുശേഷം ബിൽഡിംഗ് എന്നാണ്, തന്നിനുശേഷം കെട്ടിടം എന്നാണ്. എന്നാൽ അവരിപ്പോൾ പറയുന്നത് തന്നിനുശേഷം റോഡെന്നാണ്. എന്നാൽ ഈ എല്ലാ ഡോക്യുമെന്റിലും തന്നിനുശേഷം എടുപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രീ രാഘവൻ, ഡോക്ടർ രാഘവൻ എന്നവരുടേതാണ്, അവരുടെ ബന്ധുക്കളുടേതാണ്. ഈ ഭൂമി മറ്റുള്ളവർ കൈവശപ്പെടുത്താൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്ററും അതുപോലെ തന്നെ ഞങ്ങളുടെ മാതൃസംഘടനയായ RJD-യും ഒരു വിധത്തിലും സമ്മതിക്കുകയില്ല എന്നും അതിനാവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.